എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു ഡ്രിങ്ക് ആക്കിയാലോ? വളരെ ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ചിലവും കുറവാണ്. പിന്നെ എന്തായാലും ഇന്ന് അടുപ്പത്ത് വെക്കുന്ന വേണ്ടാന്ന് വിചാരിച്ച്. അപ്പം എന്നാൽ അതിനെന്തല്ല വേണ്ടെന്ന് നോക്കാം. കുറച്ച് പുതിന നുള്ളി എടുക്കട്ടെ. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം അവരവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ചേ വേണ്ടൂ പുതിന, കണ്ട ഇത്രയേ വേണ്ടൂ. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 2 ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. 2 ചെറുനാരങ്ങ ഇത് നല്ലോണം ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. എന്നാൽ മാത്രമേ എല്ലാ നീരും പോരുള്ളൂ. ഒരു കഷ്ണം ഇഞ്ചി, ഇതിൻ്റെ കൂടി ആ പുതിന, നമ്മൾ നുള്ളി കഴുകി വെച്ച പുതിനയും ഒന്ന് ചേർത്ത് ഇടിച്ചെടുക്കാം. ഇത് ലെമൺ സ്ക്വീസറിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ നമുക്ക് മുറിച്ച് വെച്ച് നമ്മൾ ഉടച്ചിട്ട് മുറിച്ച് വെച്ച ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി പിഴിയുമ്പോൾ ഈ ചെറുനാരങ്ങ നീര് ഈ ഇഞ്ചീൻ്റെയും പുതിനേൻ്റെ എല്ലാം നീരോട് കൂടി വീഴുമ്പോൾ നല്ലൊരു മണം വരും. കണ്ട, ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമായത്. എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതെന്ന് ചേർക്കാം. ഇനി 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെറും 2 നുള്ളാണേ. എന്ത് മധുരമുള്ളതിനും ഒരു ലേശം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി, അതൊന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ തന്നെ അത് മതി. ഒരു 3 കുരുമുളകിൻ്റെ പൊടിയേ വരൂ. 2 3 കുരുമുളകിൻ്റെ പൊടി, അത് കണ്ടില്ല, കുറച്ച് മേലെ കാണുന്ന അത്രയേ ഉള്ളൂ. അത് മാത്രം, എന്നാൽ തന്നെ തൊണ്ടക്ക് നല്ലൊരാശ്വാസമായിരിക്കും. ഇനി നമുക്ക് പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതാണ് എളുപ്പത്തിൽ കലങ്ങി കിട്ടും. അത് ഞാനിപ്പം പൊടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ നോക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്പൂണ് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ടേ, 4 നീളമുള്ള സ്പൂണില്ല. അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മോളുടെ എൻ്റെ അരിയത്ത് നിന്ന് ചിരിക്കുന്നു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരാൾ പെട്ടെന്ന് കയറി വന്നാൽ ഒരു 2 ചെറുനാരങ്ങ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എല്ലാവരും ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കും. അത് എല്ലാവരുടെയും നാട്ടിൽ പണ്ടേ ഉള്ളൊരു ശീലമാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്താൽ അതിനൊരു പ്രത്യേക സന്തോഷം കൊടുക്കുന്ന നമുക്കും ഉണ്ടാവും, കുടിക്കുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആവശ്യാനുസരണം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പം അതിനാണ് നമ്മൾ ആദ്യം പഞ്ചസാര കുറച്ച് കൂടുതലിട്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പുതിനേൻ്റെ ഇലയും ഒരു കഷ്ണം ചെറുനാരങ്ങയെല്ലാം വെച്ച് അലങ്കരിച്ചങ്ങ് കൊടുക്കുക. എന്താ 5 സ്റ്റാർ ഹോട്ടലുകാർക്ക് ഇതെല്ലാം പറ്റൂ, നമുക്ക് പറ്റൂലേ? നമുക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഇതൊന്നും ഒരു വലിയ അതിശയമൊന്നുമില്ല. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വരുന്നത് വരെ താങ്ക് യു.